63ാമത് സംസ്ഥാന കലോത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. അല്പസമയത്തിനകം വേദി 1 സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖ സിനിമാ താരങ്ങളായ ടൊവിനോ തോമസ് ഒപ്പം ആസിഫ് അലി ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം പങ്കെടുക്കുന്ന സമാപന സമ്മേളനം നടക്കുകയാണ്. സ്വർണ്ണക്കപ്പിൽ 117 പവൻ വരുന്ന സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും എന്നുള്ളത് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. പാലക്കാട് ജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഒപ്പം തൃശൂർ ജില്ല ഏതാനും സമയത്തിനകം മുന്നിൽ കയറുമെന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. ഏതായാലും സമാപന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ നിരവധി കലാപ്രതിഭകൾക്ക് വേദിയായ 63ാമത് കലോത്സവം ഇന്ന് സമാപിക്കുമ്പോൾ എല്ലാവരും അതിനെ തിരുവനന്തപുരം ജില്ല നെഞ്ചോട് ചേർത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം? കലോത്സവം ഭംഗിയായി നടന്നു. വളരെ സന്തോഷം. ഞങ്ങൾ വേദിയിൽ 3 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു സമാപന സമ്മേളനം വീക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മലപ്പുറത്ത് നിന്ന് വന്ന പാർട്ടിയാണ്. മത്സരങ്ങളൊക്കെ ഏകദേശം മത്സരങ്ങളൊക്കെ കണ്ടു. വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് ചിട്ടവട്ട രീതിയിൽ തന്നെയാണ് എല്ലാ പരിപാടികളും നടന്നിട്ടുള്ളത്. നമ്മൾ കോൽക്കളി കണ്ടു, വെട്ടപ്പാട്ട് കണ്ടു, അതുപോലെ ഭരതനാട്യം കണ്ടു. പ്രോപ്പർ മലപ്പുറം തന്നെ. നിലവാരം പുലർത്തുന്ന നല്ല മത്സരങ്ങൾ തന്നെയായിരുന്നു. നല്ല ജഡ്ജ്മെൻ്റ് ആയിരുന്നു. ഒട്ടനവധി മത്സരങ്ങളൊക്കെ വളരെ വളരെ നന്നായിട്ടുണ്ട്. ഇനി ഇവരെയൊക്കെ നമുക്ക് ക്രോഡീകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സംവിധാനം നമുക്ക് കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും നല്ലതാവട്ടെ. കൂട്ടായ്മ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും.